ഹേ ബേബ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഈ സീരീസിന് നമ്മുടെ സ്റ്റൈലിൽ ഒരു പേരിട്ടിട്ടുണ്ട്. സെയിം ടു സെയിം എന്നാണ് പേരിട്ടിട്ടുള്ളത്. സോ ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേരിട്ടതെന്ന് നിങ്ങൾക്ക് ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ വോളിബോൾ മാച്ചാണ് കാണിക്കുന്നത്. ഇവൻ്റെ പേരാണ് സി. ഈ രണ്ടാമത് കാണിക്കുന്ന ഇവൻ്റെ പേരാണ് ഫസ്റ്റ്. സെയിം ടൈം വേറൊരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ കരാട്ടയും കാണിക്കുന്നുണ്ട്. ഇവൻ്റെ പേരാണ് സ്പ്രൈറ്റ്. ഇവനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സിയുടെ ട്വിൻ ബ്രദറാണ്. ഇവനിപ്പോൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവൻ്റെ ഒരു സീനിയറിൻ്റെ കൂടെയാണ്. അങ്ങനെ മാച്ചൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സിക്കാന്നുണ്ടെങ്കിൽ ചെറിയൊരു വീഴ്ച പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ സെയിം ടൈം നമ്മുടെ സ്പ്രൈറ്റിനും അങ്ങനെ തന്നെ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ സിയും ഫസ്റ്റും കൂടി നോക്കുന്ന നോട്ടം കണ്ടില്ലേ? ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും രണ്ടുപേരും തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ ശരിയാവത്തില്ലെന്ന്. രണ്ടുപേരും കീരിയും പാമ്പിനെ പോലെയാണ്. നമ്മുടെ സിക്കാനും ശരിയാണ്, ഫസ്റ്റിനാനും ശരിയാണ്, ഒരുപാട് ഫാൻസ് ഉണ്ട്. അങ്ങനെ ഫൈനലി നമ്മുടെ സിയുടെ ടീമാണെന്നുണ്ടെങ്കിൽ വിൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സ്പ്രൈറ്റും വിൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ഇവരെ തിരഞ്ഞെടുത്തിട്ടുള്ള കോണ്ടിഡേറ്റ്സിന്റെ പേരാണ്. ഫസ്റ്റ് തന്നെ പറയുന്നത് നമ്മുടെ ഫസ്റ്റിന്റെ പേരാണ്. അതിനുശേഷം പറയുന്നത് നമ്മുടെ ഡെഡ്യൂയുടെ പേരാണ്. പിന്നെ ഉള്ളത് നമ്മുടെ ടോമാണ്, പിന്നെ ജാക്കാണ്, പിന്നെ മൈക്കാണ്, പിന്നെ സാമാണ്. സാമിനെ നിങ്ങൾ എല്ലാവരും ഒന്ന് നോക്കി വെച്ചോട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനാണെന്നുണ്ടെങ്കിൽ സിയുടെ മേലിൽ ചെറിയൊരു കണ്ണുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സിയാണ്. അതിനുശേഷം കാണിക്കുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ആൾക്കാരെയാണ്. ഇവൻ്റെ പേരാണ് കോ, പിന്നീടുള്ളത് ടൊണോ, പിന്നെയുള്ളത് മാക്സ്, പിന്നെയുള്ളത് ജെ ജെ, പിന്നെയുള്ളത് കാവ്. എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് എല്ലാവരുടെ പേരാണെന്നുണ്ടെങ്കിൽ ആകപ്പാട് കൺഫ്യൂഷൻ ആയിട്ടുണ്ടെന്ന്. എന്തായാലും കുഴപ്പമില്ല ഗൈസ്, നമ്മളാണെന്നുണ്ടെങ്കിൽ സീരീസ് കണ്ടിന്യൂസ് ചെയ്യല്ലേ. സോ നിങ്ങൾക്ക് അങ്ങനെ കണ്ടുകൊണ്ട് വരുമ്പോഴും പേരെല്ലാവരുടെയും പരിചയമായിക്കോളും. എനിക്ക് തന്നെ ആകപ്പാട് കൺഫ്യൂഷനാണ് കേട്ടോ. അങ്ങനെ അതിനൊക്കെ ശേഷം എല്ലാവരും അവിടെ നിന്ന് പോയ പാടെ തന്നെ നമ്മുടെ സി എന്നുണ്ടെങ്കിൽ ഒരിടത്ത് നിൽക്കുന്നുണ്ടിട്ട് അവിടേക്കെന്നുണ്ടെങ്കിൽ സാം വന്നിട്ട് ഞാനെന്നുണ്ടെങ്കിൽ വളരെയധികം ഹാപ്പിയാണ്. എന്നെ ഇതിലും തിരഞ്ഞെടുത്തില്ലേ, നിനക്കെന്താ ഹാപ്പി ഒന്നുമില്ലേ, നിന്റെ ഫേസ് ആണെന്നുണ്ടെങ്കിൽ ഒരുമാതിരി ഇരിക്കുകയാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ ഞാനെന്തിനാ ഹാപ്പി ആവുന്നത്, എല്ലാവരും തിരഞ്ഞെടുത്ത് എന്നെയും തിരഞ്ഞെടുത്ത് അത്ര ഉള്ളതെന്ന് പറഞ്ഞിട്ട് ഇവരവിടെ നിന്ന് പോകുന്നുണ്ട്. ഇപ്പം തന്നെ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സിയുടെ ക്യാരക്ടർ എന്തോന്ന് മനസ്സിലായി കാണും. ഇവനാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറയുന്ന ഒരു ഇൻട്രോവേർട്ടാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്നാലും ശരി തന്നെ ഇവനാണെന്നുണ്ടെങ്കിൽ ആരുമായിട്ട് അത്ര ടച്ചിങ്ങും കാര്യങ്ങളൊന്നുമില്ല, അധികം തമാശയൊന്നും പറയത്തില്ല. ഒള്ളി റൂൾസ് മാത്രം അനുസരിച്ച് അങ്ങ് പോകുന്ന ഒരാൾ. അവനാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വോളിബോൾ കളിക്കുകയൊക്കെ ചെയ്യും. അതിന് ശേഷം 3 പെൺപിള്ളേരെന്നുണ്ടെങ്കിൽ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും നല്ല അത്ലറ്റിക്കിനെയൊക്കെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളത് പങ്കുവയ്ക്കാന്നൊക്കെ പറയാണ്. ഇവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സി അങ്ങ് പൊക്കി പിടിച്ചേക്കാണ്. SU ടീമിലെ ഏറ്റവും ക്യൂട്ടായിട്ടുള്ള അത്ലറ്റിക്കാണ് നമ്മുടെ സി എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവിടേക്കാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇറങ്ങി വരുന്നുണ്ട്. എല്ലാവരും വന്നല്ലോ, എല്ലാവരും ഞങ്ങൾ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് ഈ പെൺപിള്ളേരെന്നുണ്ടെങ്കിൽ അങ്ങോട്ടാക്കുന്നുണ്ട് ഇങ്ങോട്ടും ആക്കുന്നുണ്ട്. ഫൈനലി ആരെയും കിട്ടുന്നില്ല. ലാസ്റ്റാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സി വരുവാണ്. സി കണ്ടപാടത്തിന് അതാ സി വന്നല്ലോ, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സീൻ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സി എടുത്ത് ചോദിക്കുന്നുണ്ട് എങ്ങനെ ഉണ്ടായിരുന്ന അനുഭവം എന്നൊക്കെ. ഇവനാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല അനുഭവമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇനി അടുത്ത ട്രെയിനിങ് പോകാൻ വേണ്ടി പോകുന്നത് എവിടേക്കാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അടുത്തിരിക്കുന്നൊരു പെണ്ണാണെന്നുണ്ടെങ്കിൽ ഈ പെണ്ണിൻ്റെ പേര് സാൽമോൺ എന്നാണ്. ഈ ഒരു പെണ്ണാണെന്നുണ്ടെങ്കിൽ എന്നെപ്പറ്റി ഞങ്ങൾക്ക് ഇപ്പോഴൊന്നും പറയാൻ വേണ്ടി പറ്റത്തില്ല എന്ന് പറയാണ്. ഇവനാണെന്നുണ്ടെങ്കിൽ ഓക്കെ, പിന്നെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കാമെന്നൊക്കെ പറയാണ്. ഇവരാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഹാപ്പി ആകുന്നുണ്ട്. അതിൻ്റെ സാൽമോൺ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് ലേറ്റായി, നിങ്ങൾക്ക് വേണ്ടുന്ന ഇൻഫർമേഷനൊക്കെ ഞങ്ങൾ പിന്നെ തരാമെന്ന് പറഞ്ഞിട്ട് അവനെയും പിടിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇപ്പോൾ എംപിള്ളാരെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആകെപ്പാട് സാഡായി. എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് സിയെ മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയല്ലോ. എന്നാലും ശരിനെ ഇനിയുള്ള അപ്ഡേറ്റ്സുകൾ ഞങ്ങൾ അടുത്ത ദിവസം തന്നെ നിങ്ങളെ അറിയിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരാണെന്നുണ്ടെങ്കിൽ അത് വൈൻഡ് അപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പ്രൈറ്റ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അവിടേക്കാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട്. എന്നാൽ പാടെ നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് ആരെ ഇപ്പോൾ ഇവിടേക്ക് വന്നിട്ടുള്ളത്, ഫ്യൂച്ചർ നാഷണൽ അത്ലറ്റിക്കോ. ഇത് കേട്ട പാടെ തന്നെ ഇവനാണെന്നുണ്ടെങ്കിൽ നിൻ്റെ അടുത്ത് ആരെ ഞാൻ അങ്ങനെയാണെന്ന് പറഞ്ഞത്, ഞാൻ അങ്ങനെയൊന്നുമല്ല, ഞാനാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ ഒളിമ്പിക് ഗോൾഡ് മെഡലിസ്റ്റാന്ന് പറയുകയാണ്. ഇത് കേട്ട പാടെ തന്നെ ഇവനാണെന്നുണ്ടെങ്കിൽ പോടാ അവിടെ നിന്ന് ജോക്ക് പറയാതെന്ന്. അതിനൊക്കെ ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. പുറത്തേക്ക് ഇറങ്ങി വന്ന പാടെ തന്നെ ഇവനാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഒരു സീനിയറിനെ തോപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അവനെ കാണുവാണ്. അവനെ കണ്ട പാടെ തന്നെ അവനാണെന്നുണ്ടെങ്കിൽ നീ എന്തുവാടാ ഞങ്ങൾക്ക് ഒട്ടും തന്നെ മര്യാദ തരാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ ഞാൻ മര്യാദ തന്നില്ലല്ലോ, ഞാൻ എപ്പോഴും നിങ്ങൾക്ക് മര്യാദ തരാതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ നീ ഇപ്പോഴും ഞങ്ങൾക്ക് മര്യാദ തരുന്നില്ല, നിനക്ക് എന്നെ തോപ്പിക്കാൻ പറ്റും നിനക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ പണ്ട് നടന്ന കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് ചോദിക്കുകയാണ്. ഇവനാണെന്നുണ്ടെങ്കിൽ ആ ഒരു കരോട്ടയ്ക്ക് ചേർന്ന പാടെ തന്നെ ഇവന്മാരാണെന്നുണ്ടെങ്കിൽ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു, നിന്നെക്കൊണ്ട് ഒരിക്കലും ഈ ഒരു കോളേജിൻ്റെ അത്ലറ്റിക് ആവാൻ പറ്റത്തില്ല എന്നൊക്കെ. അന്നേരം തന്നെ ഇവന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെക്കൊണ്ട് ഉറപ്പായിട്ട് അത് സാധിക്കും, നിങ്ങൾ കണ്ടോ ഒരു ദിവസമാണെന്നുണ്ടെങ്കിൽ നിന്നെക്കാൾ ഒരു പടി മുന്നേ ഞാൻ വരുമെന്ന്. ഇതിപ്പോൾ ഇവൻ പറയുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഇവന്മാരാണെന്നുണ്ടെങ്കിൽ ഓഹോ അപ്പോൾ പിന്നെ നീ അതൊക്കെ മനസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഞങ്ങൾ എങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ട് ഇവന്മാരാണെന്നുണ്ടെങ്കിൽ ചുമ്മാരുന്ന സ്പ്രൈറ്റിനെ മോന്നക്കിട്ട് ഒരെണ്ണം കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ സ്പ്രൈറ്റ് അടങ്ങിയിരിക്കത്തില്ലല്ലോ, നല്ല രീതിയിൽ തന്നെ കൊടുക്കുന്നുണ്ട്. ഇവന്മാരാണെന്നുണ്ടെങ്കിൽ അകപ്പാട് അടിയും കൊണ്ട് താഴെ കിടക്കുകയാണ്. എന്നാലും നാക്കിന് ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് അങ്ങ് തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിന്നെ ഞങ്ങൾ ശരിയാക്കി തരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ഇവനാണെന്നുണ്ടെങ്കിൽ ഒരു മീറ്റിംഗ് കൂടിയിട്ട് അവിടേക്ക് വിളിച്ചു വരുത്തിയൊക്കെയാണ്. സീനിയേഴ്സിനെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ വെറുതെ വിടത്തില്ലല്ലോ. ഇവരാണെന്നുണ്ടെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുന്നുണ്ട്, ആരാ ഫസ്റ്റ് അടിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവരാണെന്നുണ്ടെങ്കിൽ ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നില്ല, അവരടിച്ചെന്നൊക്കെ പറയുമ്പോൾ ഇവരാണെന്നുണ്ടെങ്കിൽ പക്ഷേ ഞങ്ങളുടെ കയ്യിലാണെന്നുണ്ടെങ്കിൽ വിക്നെസ് ഉണ്ട്, അവിടെ ആണെന്നുണ്ടെങ്കിൽ CCTV ക്യാമറ ഒന്നും ഇല്ലായിരുന്നു. സോ ഞങ്ങൾക്കപ്പോൾ കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു വിക്നെസ്സിനെ കൊണ്ടേ പറ്റത്തുള്ളൂ. അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നീയാണ് ചുമ്മാരുന്ന് അവരെ പോയി അടിച്ചതെന്ന്. ഇത് കേട്ട പാടത്തിന് ഇവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഓൾറെഡി ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടാണ് എന്നെ ഇവിടേക്ക് വിളിച്ചു വരുത്തത്, പിന്നെ എന്തിനാ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയെന്ന് പറഞ്ഞിട്ട് ഇവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങി വന്ന് നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഇവൻ്റെ അച്ഛൻ അവിടെ ഇരിപ്പുണ്ട്. ഇവനാണെന്നുണ്ടെങ്കിൽ അച്ഛനെ മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് പോകേണ്ടി വരുമ്പോഴത്തേക്കും അച്ഛനാണെന്നുണ്ടെങ്കിൽ സ്പ്രൈറ്റ് ഇവിടെ വന്നിരിക്കാൻ വേണ്ടി പറയാണ്. ഇവനാണെന്നുണ്ടെങ്കിൽ അടുത്തേക്ക് വന്നിരിക്കുന്നുണ്ട്. ഇവൻ അവിടേക്ക് വന്നിരുന്ന പാടെ തന്നെ അച്ഛനാണെന്നുണ്ടെങ്കിൽ
വഴക്കുറയാൻ സ്റ്റാർട്ട് ചെയ്യാണ്. നീ എന്ത് പരിപാടിയാണ് കാണിച്ചു കൂട്ടിയാൽ നിനക്ക് അതെല്ലാം അറിയുമെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, അച്ഛനിപ്പോൾ എന്താ എന്നെ വഴക്ക് പറയാനായിരിക്കും, എന്നാൽ പിന്നെ വഴക്ക് പറഞ്ഞോളാൻ പറയാണ്. ഇത് കേട്ട പാടത്തിന് അച്ഛനാണെന്നുണ്ടെങ്കിൽ നിനക്ക് ക്ലബിൻ്റെ റൂൾസൊക്കെ അറിയാമെന്നല്ലേ, എന്തിനാ പോയി ചെന്ന് സീനിയേഴ്സിനെയൊക്കെ അടിച്ചെന്ന് ചോദിക്കുകയാണ്. അതിന് ഇവനാണെന്നുണ്ടെങ്കിൽ ഞാനല്ല ആദ്യമേ പോയി ചെന്ന് അവന്മാരെ അടിച്ചത്, അവന്മാരാണ് ആദ്യമേ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അത് മാത്രമല്ല ക്ലബിൻ്റെ റൂൾസ് എന്നൊക്കെ പറയുന്നത് ക്ലബിനകത്തുള്ളവരെ അല്ലാതെ പുറത്തേക്കുള്ളതൊന്നും അല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അച്ഛന് നന്നായിട്ട് തന്നെ ദേഷ്യം വരുന്നുണ്ട്. നീയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മകനാണ്, ഞാനാണ് ക്ലബിൻ്റെ അഡ്വൈസർ, ആ ഒരു നിലയ്ക്ക് ഇനി ഞാൻ എങ്ങനെ ആൾക്കാരെ മുഖത്തേക്കൊക്കെ നോക്കുമെന്ന് പറയുമ്പോൾ ഇവന് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ആ റൂൾസൊക്കെ ഉണ്ടാക്കി വെച്ചത് നിങ്ങളല്ലേ, പക്ഷെ അത് ആർക്കും പ്രയോജനപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ആ റൂൾസൊക്കെ എന്ന് പറയുമ്പോൾ അച്ഛനും നല്ല രീതിയിൽ തന്നെ ദേഷ്യം വരുന്നുണ്ട്. നീ നല്ലൊരു പ്ലെയറാണ്, പക്ഷെ നീ റൂൾസ് ഒന്നും ഫോളോ ചെയ്യാത്തടത്തോളം കാലം പിന്നെ എങ്ങനെയാണ് നിന്നെ നല്ലൊരു അത്ലറ്റ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ ഇവനാന്നുണ്ടെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. എപ്പോൾ നോക്കിയാലും എന്നെ മാത്രം എന്തിനാണ് വഴക്ക് പറഞ്ഞോടിക്കുന്നത്, എൻ്റെ സ്ഥാനത്ത് സി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വഴക്ക് പറയായിരുന്നോ? ഓ ഒരു കാര്യം ഞാൻ മറന്നുപോയി, അമ്മയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പകരം സി അല്ലേ ചൂസ് ചെയ്തത്, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞിട്ട് ഇവൻ ദേഷിച്ച് അവിടുന്ന് പോകുന്നുണ്ട്. അച്ഛനാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയാൻ വേണ്ടി പറ്റുന്നില്ല. അടുത്തത് ഇവിടെ വോളിബോൾ പ്ലേയേഴ്സിനെയാണ് കാണിക്കുന്നത്. അവിടേക്കാണെന്നുണ്ടെങ്കിൽ കോച്ച് വന്നിട്ട് നിങ്ങൾക്കുള്ള റൂംമേറ്റേഴ്സിനെ തീരുമാനിക്കാൻ വേണ്ടി പോകണം, സോ നറുക്കിട്ടിട്ടാണ് തീരുമാനിക്കാൻ വേണ്ടി പോകുന്നത്. ഇനി ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നിങ്ങളെല്ലാവരും തിരിച്ച് ഇവിടെ തന്നെ വരണം, ഇവിടെ വെച്ചാണ് നമ്മുടെ ട്രെയിനിങ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട പാടെ തന്നെ യുവമാരാണെന്നുണ്ടെങ്കിൽ ഓക്കെ പറയുന്നുണ്ട്. അന്നേരം നമ്മുടെ സാൽമോണെന്നുണ്ടെങ്കിൽ ഒരു പെട്ടി നിറച്ചും നറുക്കുമായിട്ട് വന്നേക്കാണ്. വന്ന പാടെ തന്നെ നിങ്ങളെല്ലാവരും വന്ന് എടുത്തോളാൻ പറയാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് എടുക്കുന്നുണ്ട്. കോയ്ക്കും ഡെഡിനും ഒരേ റൂമാണ് കിട്ടുന്നത്. ഡെഡാന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടുപേരും ഇനി മുതൽ ഒരുമിച്ചാണെന്നൊക്കെ പറയുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ അയ്യോ ഇനി മുതൽ രാത്രി എന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ പറയണേ. ഇവനാന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്, നമ്മൾ പ്രാർത്ഥിക്കാന്നുണ്ടെങ്കിൽ നമ്മളെ മൈൻഡാണെന്നുണ്ടെങ്കിൽ അകപ്പാട് കാമാവും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കളിക്കാൻ നേരത്ത് നല്ല കോൺസെൻട്രേഷൻ കിട്ടും. അങ്ങനെ ഇതൊക്കെ അതാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംസാരിക്കുന്നുണ്ട്. ഇവനാന്നുണ്ടെങ്കിൽ അയ്യോ മതിയാക്ക് സോമി എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അടുത്തവിടെ ജാക്കിനെ മൈക്കിനെയാണ് കാണിക്കുന്നത്. ജാക്കാന്നുണ്ടെങ്കിൽ മൈക്കിൻ്റെ അടുത്ത് മൈക്ക് നിന്റെ റൂം സ്റ്റേ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഞാനാന്നൊക്കെ പറയുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ എക്സൈറ്റഡ് ആയിട്ട് അതെന്താ നിനക്ക് എൻ്റെ കൂടെ ഉറങ്ങണമെന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ട പാടത്തിന് ഇവനാന്നുണ്ടെങ്കിൽ ഞാൻ അതും ഉദ്ദേശിച്ചതൊന്നും അല്ല പറഞ്ഞെന്ന് പറയുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ മൈ ഫ്രണ്ട് നിനക്കാന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് നിന്ന് എസ്കേപ്പ് ആവാൻ പറ്റത്തില്ല എന്ന് പറയണേ. അടുത്തത് ഇവിടാന്നുണ്ടെങ്കിൽ നമ്മുടെ ടോമിനെയും സാമിനെയാണ് കളിക്കുന്നത്. സാമാന്നുണ്ടെങ്കിൽ ടോമിൻ്റെ അടുത്ത് നിങ്ങളുടെ റൂം ഷെയർ ചെയ്യേണ്ടി പോകുന്നത് ഞാനാണെന്നൊക്കെ പറയുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ നീയും ആകെപ്പാടെ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട പാടത്തിന് ഇവനാന്നുണ്ടെങ്കിൽ എനിക്ക് ആക്ച്വലി നിങ്ങളോട് ഒന്ന് സ്റ്റേ ചെയ്യാൻ ഇഷ്ടമല്ല, എനിക്കാന്നുണ്ടെങ്കിൽ സിയുടെ റൂമിൽ സ്റ്റേ ചെയ്യുന്നതാണ് ഇഷ്ടം എന്നൊക്കെ പറയുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ ഒന്നുകൂടി കുനിഞ്ഞ് എന്നൊക്കെ പറഞ്ഞിട്ട് തലക്കിട്ട് ഒരു തട്ട് കൊടുക്കുന്നുണ്ട്. ഓവറായിട്ടൊന്നും തിങ്ക് ചെയ്യണ്ട, നീ എൻ്റെ കൂടെ വേണം സ്റ്റേ ചെയ്യാനെന്നൊക്കെ. നമ്മുടെ സി ആണെന്നുണ്ടെങ്കിൽ സാൽമോൺ എനിക്കാണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഒരു റൂം വേണം, ഞാനൊരു ഈ ടീമിൻ്റെ കീ പ്ലെയർ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സാൽമോൺ ആണെന്നുണ്ടെങ്കിൽ പക്ഷേ റൂമെല്ലാം ഫുള്ളായല്ലോ, നീ ഒരു കാര്യം ചെയ്യും, നീ എന്നുണ്ടെങ്കിൽ ഫസ്റ്റിൻ്റെ കൂടെ താമസിക്കണമെന്നൊക്കെ പറയണേ. ഇത് കേട്ട പാടത്തിന് ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ എന്തോന്ന് ഇവൻ്റെ കൂടെ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ട പാടത്തിന് നമ്മുടെ സി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത്, ഞാനാണെന്നുണ്ടെങ്കിൽ ടീംമേറ്റേഴ്സിൻ്റെ കൂടെ താമസിക്കണമല്ലേ, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, ഞാനെന്നുണ്ടെങ്കിൽ കോച്ച് വിച്ചിൻ്റെ കൂടെ താമസിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അന്നേരം നമ്മുടെ സാൽമോണാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അവന് വേണ്ടിയിട്ട് ഞാൻ സോറി ചോദിക്കുകയാണെന്നൊക്കെ പറയുന്നത്. ഇത് കേട്ട പാടത്തിന് ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നീയൊന്നും അവന് വേണ്ടിയിട്ട് സോറി ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവൻ്റെ അടുത്തുനിന്ന് ഞാൻ ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറയാണ്. അടുത്തത് ഇവിടെ ഓരോരുത്തരുടെ റൂമാണ് കാണിക്കുന്നത്. നമ്മുടെ മൈക്കാന്നുണ്ടെങ്കിൽ നല്ല ഉറക്കത്തിലാണ്. ജാക്കാന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇത്ര നേരത്തെ കിടന്ന് ഉറങ്ങുന്നത്, നിന്റെ സാധനങ്ങളൊക്കെ മരിയൊക്കെ എടുത്ത് വെച്ചെന്ന് പറഞ്ഞാൽ അടുത്ത് നിന്ന് തട്ടി വിളിക്കുമ്പോൾ നമ്മുടെ മൈക്കാന്നുണ്ടെങ്കിൽ ജാക്കിനെയും കൂടി കെട്ടിപ്പിടിച്ചങ്ങ് കിടക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ കോടെ ഡെഡ്യൂവിൻ്റെ റൂമാണ്. ഡെഡാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ആ ഒരു ബുദ്ധനെ പ്രതിമയൊക്കെ എടുത്ത് വെച്ചിട്ട് അവനാന്നുണ്ടെങ്കിൽ പ്രെയർ തുടങ്ങാൻ വേണ്ടി പോവാണ്. പക്ഷെ നമ്മുടെ കോയാന്നുണ്ടെങ്കിൽ അടങ്ങിയിരിക്കാതെ ഇവൻ്റെ കയ്യിലുള്ള ആ ഒരു പ്രേ ബുക്ക് എടുത്തിട്ട് ഓടി നടക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ടോമിൻ്റെ സാമിൻ്റെ റൂമാണ്. സാമാന്നുണ്ടെങ്കിൽ ചുമ്മാ അടങ്ങിയിരിക്കാതെ ടോം നമുക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബെഡാന്നുണ്ടെങ്കിൽ റീ അറേഞ്ച് ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിൽ ഇരിക്കുന്ന ബെഡാന്നുണ്ടെങ്കിൽ പിന്നെയും കൊളാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നാണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ സി ആണെന്നുണ്ടെങ്കിൽ ഒരിടത്ത് മാറി നിന്നാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇത് കണ്ട പാടത്തിന് നമ്മുടെ കോയാന്നുണ്ടെങ്കിൽ ഈ സിയുടെ മനസ്സിൽ എന്തോ ചിന്തിച്ച് വെച്ചിരിക്കുന്നത്, അവനാണെന്നുണ്ടെങ്കിൽ വളരെയധികം കൂളാണെന്നോ, നിനക്കെന്തോ തോന്നുന്നു ടോം എന്നൊക്കെ ചോദിക്കുമ്പോൾ ടോമാണെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഏറ്റവും കൂളായിട്ടുള്ള പേഴ്സൺ ഞാൻ മാത്രമാണ്, പക്ഷെ അവനെ നോക്കിയേ അവനാണെന്നുണ്ടെങ്കിൽ ഈഗോയ്ക്ക് ഒരു കുറവില്ല, അവൻ്റെ സ്കിൽസിനൊക്കെ മാർക്ക് കൊടുത്താലും ശരി തന്നെ അവൻ്റെ ഈഗോയ്ക്കാണെന്നുണ്ടെങ്കിൽ 10 മില്യൺ മാർക്ക് കൊടുക്കണമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കോയാന്നുണ്ടെങ്കിൽ സമ്മതിച്ച് കൊടുക്കുന്നുണ്ട്. അടുത്തിരിക്കുന്ന ഡെഡാന്നുണ്ടെങ്കിൽ എന്തിനാ ടോം നീയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ തിങ്ക് ചെയ്യുന്നത്, നിൻ്റെ കയ്യിൽ എന്താണോ ഉള്ളത് അതുകൊണ്ട് നീ സമാധാനപ്പെടണം, അതേപോലെ തന്നെയാണ് നിൻ്റെ കാര്യം, നിൻ്റെ കയ്യിലുള്ളത് എന്താണോ അതുകൊണ്ട് നീയും സമാധാനപ്പെടണം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ലോകത്തിന് എല്ലാവർക്കും സമാധാനം കിട്ടും, നിങ്ങൾക്ക് സന്തോഷമാവും എന്നൊക്കെ പറയുമ്പോൾ ഇവന്മാരാണെന്നുണ്ടെങ്കിൽ അത് കേൾക്കാത്ത രീതിയിൽ നിന്നിട്ട് മരിക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറയാണ്. ഇവിടെ നമ്മുടെ മൈക്കാണെന്നുണ്ടെങ്കിൽ ജാക്കിട്ട് കൊടുക്കുന്ന ബോളൊന്നും പിടിക്കുന്നില്ല. ജാക്കിനാണെന്നുണ്ടെങ്കിൽ ദേഷ്യം വന്നിട്ട് നീ എന്ത് കാണിച്ചോടിക്കുന്നത്, മരിക്ക് നിനക്ക് കളിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ അവൻ്റെ മനസ്സിലാണെന്നുണ്ടെങ്കിൽ ഫ്ലേർട്ട് ചെയ്യുന്ന രീതിയാണ്. എനിക്ക് തോന്നുന്നു ഇവനാണെന്നുണ്ടെങ്കിൽ അവന് ഇഷ്ടമാണെന്ന്. അടുത്ത ഇവിടെ നമ്മുടെ സാം ഫസ്റ്റും കൂടി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം നമ്മുടെ സാം നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ സി ഒറ്റയ്ക്ക് നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട പാടെ തന്നെ ഫസ്റ്റിൻ്റെ അടുത്ത് നിന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഫസ്റ്റ് നമുക്കാണെന്നുണ്ടെങ്കിൽ സിയെയും കൂടി ഇവിടെ പ്രാക്ടീസിനേക്ക് വിളിക്കാൻ. ഇത് കേട്ട പാടെ തന്നെ ഇവനാണെന്നുണ്ടെങ്കിൽ എന്തിനാ വെറുതെ ടൈം വേസ്റ്റ് ആക്കുന്നത്, അവനൊന്നും വരാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നമ്മുടെ സി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സാൽമോണും വേറൊരു പെണ്ണുവാണെന്നുണ്ടെങ്കിൽ ദൂരത്തുനിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സെയിം ടൈം ഇവിടെ കരാട്ടെ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കരാട്ടെ ആണോ ജൂഡോ എന്നുള്ള എനിക്ക് ഡൗട്ട് ഉണ്ട് എൻ്റെ ഗൈസ്, പക്ഷേ കാണിക്കുന്നതൊക്കെ കണ്ടിട്ട് എനിക്ക് കരാട്ടെ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇവരുടെ പ്രാക്ടീസ് കഴിഞ്ഞ പാടെ തന്നെ
കോച്ചാന്നുണ്ടെങ്കിൽ തൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് താൻ സ്പ്രൈറ്റ് എന്നൊക്കെ. ഇവനാന്നുണ്ടെങ്കിൽ ഒരുമാതിരി അറിയാൻ വയ്യാത്ത രീതിയിൽ നിൽക്കുകയാണ്. അതൊക്കെ പോട്ടെ, അവൻ്റെ അടുത്ത് പ്രാക്ടീസിന് വരെയൊക്കെ വരാൻ പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോകുന്നുണ്ട്. തൊട്ടടുത്തിരിക്കുന്ന അവനാന്നുണ്ടെങ്കിൽ ഇവൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിൻ്റെ ഫ്രണ്ടാന്നുണ്ടെങ്കിൽ ഒരിക്കലും പ്രാക്ടീസ് സ്കിപ്പ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. അവനിത് എന്താ പറ്റി, അവൻ്റെ കാലിലും മുറിവൊക്കെ മാറിയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ മാറിയെന്നാണ് എനിക്കും തോന്നുന്നതെന്നൊക്കെ പറയുകയാണെങ്കിൽ അതിന് ഇവനാന്നുണ്ടെങ്കിൽ അന്നാന്നുണ്ടെങ്കിൽ ആ ബോർഡ് മീറ്റിംഗ് ഒക്കെ കൂടിയതിന് ശേഷമാണ് അവനിങ്ങനെ ഒരുമാതിരി അവനാന്നുണ്ടെങ്കിൽ സീനിയേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഭയങ്കര അധികം പ്രഷർ കിട്ടും. അതുകൊണ്ടായിരിക്കും അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്തായാലും ശരി തന്നെ, എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്നാൽ അത് ഞാൻ പഠിപ്പിച്ചു തരാമെന്നൊക്കെ ഇവൻ പറയുന്നുണ്ട്. ഇത് കേട്ടപാടെ തന്നാന്നുണ്ടെങ്കിൽ താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാനുണ്ട്. ഇവിടെ നമ്മൾ ചെയ്യാന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇവൻ്റെ കയ്യിലുള്ള ബോളാണെന്നുണ്ടെങ്കിൽ ദൂരത്തേക്ക് വന്ന് വീഴുന്നുണ്ട്. നമ്മുടെ സാം പയ്യനാണെന്നുണ്ടെങ്കിൽ ചുമ്മാ ഇരിക്കത്തില്ലല്ലോ. ഇവനാണെന്നുണ്ടെങ്കിൽ ചെന്നിട്ട് ആ ഒരു ബോൾ എടുത്തിട്ട് നമ്മുടെ സിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എടുത്തോണ്ട് വന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമ്മുടെ സി ആരാ മോന്, അവനാണെന്നുണ്ടെങ്കിൽ മൈൻഡ് ചെയ്യാതെ നേരെ പോയി ചെന്ന് അവന് വേണ്ടുന്ന വേറൊരു ബോൾ എടുക്കുവാണ്. ഇത് കണ്ടപാടെ തന്നെ അവിടെ നിൽക്കുന്നവന്മാർക്കാണെന്നുണ്ടെങ്കിൽ ചിരി വരുവാണ്. മൈക്കാന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട സാം, എല്ലാം ശരിയാവുമെന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന നമ്മുടെ ടോമാന്നുണ്ടെങ്കിൽ എല്ലാ ദിവസം വെള്ളച്ചാട്ടം പാറയുടെ മേലിൽ വന്ന് വീണാലും ആ ഒരു പാറയെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും അതിനെ റിജക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു പറയണേ. ഇതേക്കുന്ന ഡെഡാന്നുണ്ടെങ്കിൽ നീ ഒരിക്കലും വിട്ടുകൊടുക്കാൻ വേണ്ടി പാടില്ല, നീ എന്നും ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിനക്ക് ഇതിൽ നിന്നെല്ലാം സഫർ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെ അവൻ്റെ ആ ഒരു പ്രെയർ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടപാടെ തന്നെ ഇവന്മാരെല്ലാം എന്നുണ്ടെങ്കിൽ ആമയും പറയുന്നുണ്ട്. അന്നേരം നമ്മുടെ ടോണാന്നുണ്ടെങ്കിൽ സാമിനെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട്, എന്ത് പറ്റി നിനക്ക് വേദനിച്ചെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ ഇല്ല ഞാൻ ഇനി ഫൈറ്റ് ചെയ്യുമെന്ന് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ ഇവന്മാരാന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി സാമിനെ എടുത്തിട്ട് അടിക്കുകയാണ്. അടുത്ത് ഇവിടെ ഇങ്ങനെ പ്രാക്ടീസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സീ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ കോച്ചൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. കോച്ചിൻ്റെ ഫേസ് കണ്ടാലേ അറിയാം ഇവനെ ആലോചിച്ച് ഭയങ്കര അഭിമാനം ഉള്ളതായിട്ട്. അങ്ങനെ നമ്മുടെ സിയാന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്കും അവിടെ നിന്നുണ്ടെങ്കിൽ ആകപ്പാട് ബോട്ടിലൊക്കെ ഇങ്ങനെ താഴെ വീണ് നടക്കുകയാണ്. സിയാന്നുണ്ടെങ്കിൽ അതെല്ലാം എടുത്തിട്ട് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ആ ഒരു കറക്റ്റ് ടൈമിലാണെന്നുണ്ടെങ്കിൽ അവിടേക്ക് വന്നിട്ട് വെള്ളം എടുക്കുന്നുണ്ട്. തൊട്ടുപോലെ തന്നെ നമ്മുടെ ടോമും വന്നെടുക്കുകയാണ്. ടോം എടുക്കുമ്പോഴത്തേക്കും ആ ഒരു ബോട്ടിലാണെന്നുണ്ടെങ്കിൽ ഫുള്ള് താഴത്തേക്ക് വന്ന് വീഴാണ്. പിന്നെ അവിടേക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈക്ക് വന്നിട്ട് ജാക്കിനൊക്കെ ഉള്ള വെള്ളം എടുത്ത് കൊടുക്കുന്നുണ്ട്, ഫസ്റ്റിനുള്ള വെള്ളം എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കാണെന്നുണ്ടെങ്കിൽ ഇവനാണെന്നുണ്ടെങ്കിൽ നല്ല തന്നെ ദേഷ്യം വരുന്നുണ്ട്. നിങ്ങൾ എന്തിനാ ഗേസ് ഇങ്ങനെയൊക്കെ വെള്ളം എടുക്കുന്നത്, നിങ്ങൾക്ക് മര്യാദയ്ക്ക് എടുത്തോടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ കോയെന്നുണ്ടെങ്കിൽ അതിനിപ്പോൾ എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ്. ഇവനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ബോട്ടിൽ എടുത്തപ്പോഴത്തേക്കും ബാക്കിയുള്ള ബോട്ടിലെല്ലാം താഴത്തേക്ക് വന്ന് വീഴുന്നെന്ന് പറയാണ്. അന്നേരം നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ബോട്ടിൽ മാത്രമല്ല, അതിനെന്തിനാ നീ ഇത്രയധികം ദേഷ്യപ്പെടുന്നതൊക്കെ ചോദിക്കുകയാണ്. അന്നേരം നമ്മുടെ സാമാന്നുണ്ടെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ഇവൻ വന്നിട്ട് ആ ഒരു കുപ്പിയൊക്കെ എന്നുണ്ടെങ്കിൽ തിരിച്ച് അതേപോലെ തന്നെ എടുത്ത് വെക്കുന്നുണ്ട്. നമ്മുടെ ടോമാന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നിടാ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കോൾഡ് വാട്ടർ എടുത്തിട്ട് ഇവൻ്റെ മേത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ സീക്കാന്നുണ്ടെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. നിങ്ങളതിങ്ങനെ മന്ദബുദ്ധികളെ പോലെയൊക്കെ ബിഹേവ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടോമിനാന്നുണ്ടെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. പിന്നെന്തോ ഞങ്ങൾ ചിരിക്കാതിരിക്കണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം നമ്മുടെ ഡെഡാന്നുണ്ടെങ്കിൽ സി ഇതെല്ലാം ഒരു കല്ലിനെ പോലെയാണ്, കല്ല് പെട്ടെന്നൊന്നും എടുക്കാൻ വേണ്ടി പറ്റത്തില്ല, അതിന് ഭയങ്കര അധികം ഭാരമാണ്, നീ ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, നിന്നെക്കൊണ്ട് എടുക്കാൻ പറ്റുമെന്നൊക്കെ പറയാണ്. പിന്നെ അവൻ്റെ പ്രെയർ ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് പോവാണ്. നമ്മുടെ സിയാന്നുണ്ടെങ്കിൽ ദേഷ്യം വന്നിട്ട് വയ്യ, അവനാന്നുണ്ടെങ്കിൽ കടിച്ച് പിടിച്ച് അങ്ങനെ ഇങ്ങനെ നിൽക്കുക. അങ്ങനെ പിന്നെയും പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യണത്. നമ്മുടെ സിയാന്നുണ്ടെങ്കിൽ എപ്പോഴത്തേയും പോലെ തന്നെ ഒറ്റയ്ക്ക് നിന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവന്മാരാന്നുണ്ടെങ്കിൽ ഇവിടെ ആരാണ് ഏറ്റവും ഉയർത്തി ചാടുന്നതെന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്നേരം നമ്മുടെ പയ്യനാന്നുണ്ടെങ്കിൽ ചുമ്മാ നിൽക്കാതെ ഫസ്റ്റ് നിന്നെ കൊണ്ട് ചാടാൻ പറ്റുമോ, നമുക്കൊന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് എടുത്ത് ചാടുന്നത്. ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സ്ട്രെങ്ത് എടുത്ത് ചാടുവാണ്. ആ ഒരു കറക്റ്റ് ടൈമിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സിയാന്നുണ്ടെങ്കിൽ പന്ത് എടുത്ത് എറിയുന്നുണ്ട്. ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അന്നേരം തന്നെ താഴത്തേക്ക് വന്ന് വീഴാണ്. താഴത്തേക്ക് വന്ന് വീണ പാടെ തന്നെ ആരാടാ എൻ്റെ തലയിലേക്ക് എടുത്ത് എറിഞ്ഞതെന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. അത് നമ്മുടെ സിയാന്നുണ്ടെങ്കിൽ അത് ഞാനാ ചെയ്തതെന്ന് പറയുകയാണ്. ഇവനാന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് സോറി പോലും ചോദിക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ സിക്കാന്നുണ്ടെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. ഞാൻ അറിയാതെ ചെയ്തല്ലേ എന്നൊക്കെ പറയാണ്. ഇവനാന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ നിന്നെ ശരിയാക്കി തരാമെന്നുകൊണ്ട് അടിക്കാൻ വേണ്ടി ചെല്ലുവാണ്. ബാക്കിയുള്ളവന്മാരാന്നുണ്ടെങ്കിൽ ഇവനെ അവിടെ നിന്ന് പിടിച്ച് മാറ്റുന്നുണ്ട്. സെയിം ടൈം ഇവിടെയാണ് കാണിക്കുന്നത്. ഇവിടെ നിന്നുണ്ടെങ്കിൽ കരാട്ടെ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടേക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പ്രൈറ്റ് പ്രാക്ടീസിന് വരുന്നുണ്ട്. പക്ഷേ അവിടെ നിന്നുണ്ടെങ്കിൽ സീനിയേഴ്സിനെ കാണുന്ന കാരണം അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. ഇറങ്ങി ഇങ്ങനെ നടക്കുന്ന വഴിയിലാണെന്നുണ്ടെങ്കിൽ തൊട്ടുപുറകെ ഒരാൾ വരുന്നുണ്ട്. ഒരാൾ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തന്നാണ്. ഇവനാന്നുണ്ടെങ്കിൽ ആരാ എന്തോന്ന് അറിയാൻ വയ്യാതെ ഇവനെ പെട്ടെന്ന് തന്നെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. തന്നാന്നുണ്ടെങ്കിൽ വേദനിച്ചിട്ട് വിടടാ, ഞാനാണോ നിന്റെ ഫ്രണ്ട് തന്നാടാന്നൊക്കെ പറയുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ നിനക്കിത് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ്. അതിന് ഇവനാന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് നിന്നെ ഒന്ന് ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാടാ, അതൊക്കെ പോട്ട് നീ എന്താ വീട്ടിലോട്ടൊന്നും പോകാത്തത്, പ്രാക്ടീസിന് വരുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ നിനക്കിപ്പോൾ ഇത് എന്താ പറ്റിയത്, നീ എന്നെ പറ്റി നന്നായിട്ട് എന്നെ കെയർ ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഇവനാന്നുണ്ടെങ്കിൽ കെയറിങ്ങും കാര്യങ്ങളൊന്നും അല്ല, നിന്റെ അച്ഛനും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് മാത്രമല്ല കോച്ചാന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് തിരക്കിക്കൊണ്ടിരിക്കുക, നീ എന്തുകൊണ്ടാണ് പ്രാക്ടീസിന് വരാത്തതെന്നൊക്കെ. ഇത് കേട്ടപാട് തന്നെ ഇവനാന്നുണ്ടെങ്കിൽ ഞാൻ അവിടേക്ക് വന്നതായിരുന്നടാ, പക്ഷേ എന്നുണ്ടെങ്കിൽ ആ സീനിയേഴ്സിനെ കണ്ട് അതുകൊണ്ട് ഞാൻ തിരിച്ച് പോകുന്നതെന്നൊക്കെ പറയുമ്പോഴേ ഇവനാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിന്റെ ഡ്രീംസ് എന്താവെന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ടപാടെ തന്നെ ഇവനാന്നുണ്ടെങ്കിൽ അതെന്തായാലും ശരി തന്നെ, എൻ്റെ പേരാന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി അത്ലറ്റിക് ലിസ്റ്റിലുണ്ടല്ലോ, അത് തന്നെ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതേ സമയം ഇവിടെ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് നമ്മുടെ സിയാന്നുണ്ടെങ്കിൽ അവൻ്റെ ഫുഡ് എടുത്തുകൊണ്ട് പോയി ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുകയാണ്. ഇത് കണ്ട പാടെ തന്നെ നമ്മുടെ സാമാന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എഴുന്നേക്കാൻ വേണ്ടി പോവാണ്, സീയുടെ അടുത്ത് വന്നിരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത്
ദാണ്ട ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നീ പിന്നെ അവൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി പോകുമെന്ന് ചോദിക്കുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ പക്ഷേ സിയാന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കല്ലേ എന്നൊക്കെ പറയണേ. ഇത് കേട്ടപാടത്തിന് ഇവനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നീ മര്യാദയ്ക്ക് അവിടെ ഇരിക്കാൻ വേണ്ടി പറയാണ്. നമ്മുടെ കോപ്പയ്യാനാണെന്നുണ്ടെങ്കിൽ ചുമ്മാ ഇരിക്കാതെ ഡ്യൂവിൻ്റെ പ്ലേറ്റിലുള്ള ആഹാരമൊക്കെ എടുത്ത് വെച്ച് കഴിക്കാണ്. ഇവനാണെന്നുണ്ടെങ്കിൽ കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നേരെ പോകുന്നത് നമ്മുടെ ടോമിൻ്റെ പ്ലേറ്റിലുള്ള ഫുഡ് എടുത്ത് കഴിക്കാനാണ്. നമ്മുടെ ടോം ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തോടെ കാണിക്കുന്നത്, മര്യാദയ്ക്ക് എൻ്റെ ഫുഡ് ഇങ്ങോട്ടേക്ക് താളാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും തമ്മിൽ അടിയിടുന്നുണ്ട്. ഭയങ്കര ഒച്ചത്തിലാണ് സംസാരിക്കുന്നത്. ഇത് കേൾക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മളെ സീക്കാന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഫുഡ് തന്നിട്ടില്ലേ, മര്യാദയ്ക്ക് അവരവരുടെ ഫുഡ് അവരവർ കഴിക്കാൻ വേണ്ടി നോക്ക്. ഈ ശബ്ദം കേൾക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കോയ്ക്കാന്നുണ്ടെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. നിനക്കങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുന്നെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, വേറെ എവിടെയെങ്കിലും പോയി ചെന്ന് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പറയാണ്. ഇത് കേട്ട പാടെ തന്നെ നമ്മുടെ സീക്കാന്നുണ്ടെങ്കിൽ ദേഷ്യം വന്നിട്ട് നല്ലൊരു അത്ലറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ആദ്യമേ ഡിസിപ്ലിൻ പഠിക്കണം, നിങ്ങൾക്ക് ആർക്കും ഡിസിപ്ലിൻ ഇല്ല എന്ന് പറയണേ. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ കോയ്ക്കാന്നുണ്ടെങ്കിൽ ദേഷ്യം വരികയാണ്. കോയെന്നുണ്ടെങ്കിൽ ഇവനെ അടിക്കാൻ വേണ്ടി എഴുന്നേക്കാണ്. പെട്ടെന്ന് അടുത്തേക്ക് വന്നവന്മാരെന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ടെന്ന് പറയണേ, അവൻ്റെ അടുത്ത് ഫൈറ്റിനൊന്നും പോകണ്ടെന്ന് പറയണേ. ഇത് കേട്ട പാടെ തന്നെ നമ്മുടെ ടോമിന് ദേഷ്യം വന്നിട്ട് ഞങ്ങളാണോ അവൻ്റെ അടുത്ത് ഫൈറ്റിന് പോയത്, അവനല്ലേ ഫസ്റ്റ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയണേ. ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ അവിടേക്കാണെന്നുണ്ടെങ്കിൽ സാൽമോൻ വരുന്നുണ്ട്. സാൽമോൻ വന്ന പാടെ തന്നെ നിങ്ങളിങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ടൈം വേസ്റ്റാക്കി ഇവിടെ ഇരുന്നോ, ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ കോച്ച് ഇവിടേക്ക് വരും, നിങ്ങൾ പണിഷ് ചെയ്യുമെന്ന് പറയാണ്. അന്നേരം എല്ലാവരും ഒന്ന് കാമാവുന്നുണ്ട്. എന്നാൽ നമ്മുടെ കോയാന്നുണ്ടെങ്കിൽ ഓവർ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുന്ന ഒരാളും ജീവിതത്തിൽ ഒരിക്കലും സക്സസ് ആയിട്ടില്ല എന്ന് പറയണേ. ഇത് കേട്ടപാടെ തന്നെ ഇവനാന്നുണ്ടെങ്കിൽ ഒരുമാതിരി ആവുന്നുണ്ട്. ഫസ്റ്റ് സാമിനെ നോക്കുമ്പോൾ സാമാന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാതിരിക്കുകയാണ്. നീ എന്ത് ഫുഡൊന്നും കഴിക്കാതിരിക്കുന്ന, മരിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പറയാണ്. പിന്നീട് കാണിക്കുന്നത് എല്ലാം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സാൽമണും സിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സി എടുത്ത് എനിക്ക് തോന്നുന്നത് നീ നിന്റെ ടീംമേറ്റേഴ്സുമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കണമെന്നാണ്. കോച്ച് നോക്കുമ്പോഴൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെല്ലാവരും ഓക്വേർഡായിട്ട് ഫീൽ ചെയ്യുന്നത് കാണുന്നത്. സോ അതുകൊണ്ട് ഞാൻ നിന്നെ വാൺ ചെയ്യാന്നൊക്കെ പറയുമ്പോഴേ ഇവനാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്, ഇവിടുത്തെ റൂൾസ് ഞാൻ പാലിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് മാത്രം പറഞ്ഞാൽ മതി, റൂൾസ് എല്ലാവർക്കും റൂൾസ് തന്നെ അല്ലേ എന്നൊക്കെ പറയുമ്പോഴേ ഇവനാണെന്നുണ്ടെങ്കിൽ പക്ഷേ അവരെന്തെങ്കിലും തെറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നീ അവരുടെ അടുത്തൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, അല്ലാതെ ദേഷ്യപ്പെടാനൊന്നും പാടില്ല എന്നൊക്കെ പറയുമ്പോഴേ ഇവനാണെന്നുണ്ടെങ്കിൽ അവർ റൂൾസ് അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നൊക്കെ പറയണേ. ഇത് കേട്ടപാടെ തന്നെ ഇവളാന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും പറയാന്നുണ്ടെങ്കിൽ ഇതാണ്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് സ്മൈൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവളെന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിച്ചു വിട്ടുന്നുണ്ട്. ഇത് കാണുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ ചിരി വന്നുണ്ട്. എന്നാൽ പിന്നെ ഓക്കെ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്യാന്നൊക്കെ പറയണേ. ഇവളാണെന്നുണ്ടെങ്കിൽ ഇവനെയും കൊണ്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ലോക്കർ റൂമിലാണ് കാണിക്കുന്നത്. നമ്മുടെ ഡ്യൂനായിട്ട് ഇവന്മാരാണെന്നുണ്ടെങ്കിൽ പെടാപ്പാട് പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടേക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സി വരുന്നുണ്ട്. സിയെ കണ്ട പാടെ തന്നെ ഇവന്മാരാണെന്നുണ്ടെങ്കിൽ കുറച്ച് കാമായിട്ടിരിക്കുകയാണ്. ഫസ്റ്റ് സിയെ കണ്ട പാടെ തന്നെ തുറച്ച് നോക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ സാമാന്നുണ്ടെങ്കിൽ സിയുടെ അടുത്ത് വന്നിട്ട് ഞങ്ങൾ നൈറ്റ് എല്ലാവരും കൂടി ഒരുമിച്ച് ഡിന്നർ കഴിക്കാൻ വേണ്ടി പോകുന്നുണ്ട്, നീ വരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ ഞാനങ്ങ് വരുന്നില്ല, ഞാനാണെന്നുണ്ടെങ്കിൽ സാൽമാൻ്റെ കൂടെ പുറത്ത് പോകാണ്ടിരിക്കുകയെന്ന് പറയുന്നത്. ഇത് കേട്ട പാടെ തന്നെ നമ്മുടെ സാമാന്നുണ്ടെങ്കിൽ വല്ലാണ്ടാവുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ജാക്കും മൈക്കും കൂടി ഇവനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ നന്നായിട്ട് എന്നെ വേദനിക്കുന്നുണ്ട്, കരയണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതിനുശേഷം നമ്മുടെ ഫസ്റ്റും സിയും കൂടി നേർക്ക് നേരി വരുവാണ്. ഒരാൾ ഒരു സൈഡിലോട്ട് മാറുമ്പോൾ അടുത്ത ആൾ ആ സൈഡിലോട്ട് മാറും. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒരുമിച്ച് മാറിക്കൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മുടെ ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നീ ഇതൊക്കെ വേണമെന്ന് വെച്ചിട്ട് ചെയ്യുമല്ലേ എന്ന് പറയണേ. ഇത് കേട്ട പാടെ സിയാന്നുണ്ടെങ്കിൽ എന്തോ നീ ഇപ്പോൾ പറഞ്ഞ് ഞാൻ കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഹെഡ് ബാൻഡ് എടുത്ത് മാറ്റുന്നുണ്ട്. അന്നേരം ഇവനാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞത് നീ വേണമെന്ന് വെച്ചിട്ട് ഇതൊക്കെ ചെയ്യുന്നതെന്ന്. ഇത് കേട്ട പാടെ തന്നെ ഇവനാണെന്നുണ്ടെങ്കിൽ ഇവൻ്റെ ചെവിയുടെ അടുത്തേക്ക് എന്നിട്ട് നീ നിന്റെ കാര്യം നോക്കി പോകാൻ പറയാണ്. ഇതും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതേക്കുന്ന ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവനെ പറഞ്ഞിട്ടേ കാര്യമില്ല എന്നുള്ള രീതിയിൽ അവൻ അവിടെ നിന്ന് പോവാണ്. സെയിം ടൈം ഇവിടെ നമ്മുടെ സ്പ്രൈറ്റ് പുറത്തേക്ക് വരുമ്പോൾ അച്ഛനെ കാണുവാണ്. അച്ഛനെ കണ്ട പാടെ തന്നെ ഇവനാണെന്നുണ്ടെങ്കിൽ അടുത്ത് ഇനി എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുകയാണ്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആരോ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇത് കേട്ട പാടെ തന്നെ അച്ഛനാണെന്നുണ്ടെങ്കിൽ ഞാൻ കോച്ച് പറഞ്ഞിട്ടാണ് നിന്റെ അടുത്തേക്ക് വന്നത്, കോച്ചിനാണെന്നുണ്ടെങ്കിൽ നിന്റെ അടുത്ത് സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് നീ എന്തുകൊണ്ടാണ് കറക്റ്റായിട്ട് പ്രാക്ടീസിനൊന്നും വരാത്തത്, നിനക്കെന്താ ക്ലബിന്റെ റൂൾസ് ഒക്കെ ഫോളോ ചെയ്തുകൊണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ അവന്മാർ എൻ്റെ അടുത്ത് ഫൈറ്റിന് വരാതിരിക്കാന്നുണ്ടെങ്കിൽ ഞാൻ ഈ ക്ലബിന്റെ റൂൾസ് എല്ലാം ഫോളോ ചെയ്തോളാം, അതൊക്കെ പോട്ടെ ബോയ്ക്കും ടോങ്ങിനും പണിഷ്മെന്റ് ഒക്കെ കിട്ടിയെന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛനാണെന്നുണ്ടെങ്കിൽ അവർക്ക് വരുന്ന പണിഷ്മെന്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, ഇനി മുതൽ നീ നിന്റെ സ്വഭാവമെങ്കിലും നന്നാക്കണമെന്നൊക്കെ പറയുമ്പോൾ ഇവനിതൊക്കെ കേൾക്കുമ്പോൾ നന്നായിട്ട് തന്നെ ദേഷ്യം വരികയാണ്. ഇവനപ്പം തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സി ആണ്. സി ആണെന്നുണ്ടെങ്കിൽ സാൽമോനെ വിളിക്കുന്നുണ്ട് നൈറ്റാണെന്നുണ്ടെങ്കിൽ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോകാൻ. പക്ഷെ നമ്മുടെ സാൽമോൻ എന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ കുറച്ചധികം വർക്കുണ്ട്, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വർക്ക് തീരുമ്പോഴാണെന്നുണ്ടെങ്കിൽ നോക്കാമെന്ന് പറയുമ്പോൾ നമ്മുടെ സി ആണെന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ ഓക്കെ ഞാൻ ഫസ്റ്റ് റെസ്റ്റോറൻറ്റിലേക്ക് പോകാം, പിന്നെ നീ വന്നാൽ മതി എന്നൊക്കെ പറയുമ്പോൾ ഇവിടാന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ ഓക്കെ നീ ഫോൺ വെക്കും, ഞാനാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വർക്കൊക്കെ തീർക്കട്ടെ എന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ സി ആണെന്നുണ്ടെങ്കിൽ റെസ്റ്റോറൻറ്റിലേക്ക് പോവാണ്. സെയിം ടൈം നമ്മുടെ സ്പ്രൈറ്റിനാണ് കാണിക്കുന്നത്. സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ തന്നെ വിളിക്കുന്നുണ്ട്. അതായത് നീ ഇപ്പോൾ എവിടെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ റെസ്റ്റോറൻറ്റിലേക്ക് പോകാൻ വേണ്ടി പോവാണ്, നീ അങ്ങോട്ടേക്ക് വരുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ തന്നാന്നുണ്ടെങ്കിൽ ഞാൻ ഡ്രസ്സ് മാറിയിട്ട് അവിടേക്ക് വരാമെന്ന് പറയാണ്. അങ്ങനെ ഇവനാണെന്നുണ്ടെങ്കിൽ ബൈക്ക് ടാക്സി പിടിച്ചിട്ട് അവിടേക്ക് ചെല്ലുവാണ്. ചെന്നിട്ട് അയാൾക്ക് പൈസ ഒക്കെ കൊടുത്തതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ഇവൻ്റെ പേഴ്സാണെന്നുണ്ടെങ്കിൽ താഴത്തേക്ക് വന്ന് വീഴാണ്. താഴത്തേക്ക് വീഴുന്നതൊന്നും നമ്മുടെ സ്പ്രൈറ്റ് അറിയുന്നില്ല. അവനാണെന്നുണ്ടെങ്കിൽ നേരെ റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലുവാണ്. തൊട്ട് പുറകെ തന്നെ നമ്മുടെ സീൻ വരുന്നുണ്ട് ബൈക്ക് ടാക്സി പിടിച്ചിട്ട്. അവനെ നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ താഴെ ഒരു പേഴ്സ് കിടക്കുന്ന കാണുവാണ്. ഇത് ആടെ പേഴ്സാന്ന് പറഞ്ഞുകൊണ്ട് ഇവനിങ്ങനെ എടുത്ത് വെച്ച് നോക്കുന്നുണ്ട്. ആ ഒരു കറക്റ്റ് ടൈമിലാണെന്നുണ്ടെങ്കിൽ സ്പ്രൈറ്റ് മനസ്സിലാക്കുന്നുണ്ട് അവൻ്റെ പേഴ്സാണെന്നുണ്ടെങ്കിൽ മിസ്സിങ് ആയിട്ടുണ്ടെന്ന്. ദൂരെ കുറച്ചെടുത്താണെന്നുണ്ടെങ്കിൽ 3 പയ്യന്മാർ നിന്നുകൊണ്ട് ഇതോ ഇല്ല കാണുന്നവനല്ലേ അവനല്ലേ സ്പ്രൈറ്റ്, ആരാന്നുണ്ടെങ്കിൽ ഫോട്ടോ എടുത്ത് വെച്ച് നോക്കിയിട്ട് ഇത് അവൻ തന്നെ കറക്റ്റാന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്മാർ വന്നിട്ട് നമ്മുടെ
നമ്മുടെ സി ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് എടുത്തിട്ട് അടിക്കുന്നുണ്ട്. പോരാത്തതിന് കാലിലാണ് ശരിക്കും അടി കൊടുക്കുന്നത്. ഇതേസമയം നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവന്റെ പേഴ്സും തപ്പിങ്ങനെ നടക്കുന്നിടയ്ക്ക് നമ്മുടെ ഫസ്റ്റിനെ പോയി ചെന്ന് കൂട്ടിയിടിക്കുകയാണ്. ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ദേഷ്യപ്പെട്ടിട്ട് നിന്റെ കണ്ണെന്തോടാ, നിന്റെ മോതിരല്ലേ ഉള്ളതെന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. ഇവനാണെന്നുണ്ടെങ്കിൽ സോറി ഞാൻ അറിയാതെ ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ പിന്നെ ഇവന്റെ പേഴ്സ് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇവനിങ്ങനെ തുറച്ച് നോക്കുന്നത് കാണുമ്പോഴും നമ്മുടെ സ്പ്രൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നീ എന്നെ എന്തിനെങ്ങനെ നോക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴും ഇവനാണെന്നുണ്ടെങ്കിൽ അതോ ഞാനാണെന്നുണ്ടെങ്കിൽ കോച്ചിന്റെ ഫേവറേറ്റ് പ്ലെയറിനെ നോക്കിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞിട്ട് ഇവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. നമ്മുടെ സ്പ്രൈറ്റിനാണെന്നുണ്ടെങ്കിൽ കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. ഏതാണ്ടാടെ ഇവനെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവനാണെന്നുണ്ടെങ്കിൽ പേഴ്സ് തപ്പി തപ്പി ചെന്ന് നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സി ആണെന്നുണ്ടെങ്കിൽ ഒരിടത്ത് അടി കൊണ്ട് ഇങ്ങനെ കമന്ന് കിടക്കുകയാണ്. ഇവനാണെന്നുണ്ടെങ്കിൽ അടുത്തേക്ക് വന്നിട്ട് ഹലോ ഹലോ ആരാ എഴുന്നേക്ക് ജീവനുണ്ടോ എന്നൊക്കെ പറഞ്ഞ് തട്ടിയൊക്കെ നോക്കുന്നുണ്ട്. അന്നേരമാണ് അറിയുന്നത് നമ്മുടെ സി ആന്നുള്ള കാര്യം. അപ്പം തന്നെ ഇവനാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഷോക്ക് ആകുന്നുണ്ട്. സോ ഒരു ഷോക്കിംഗ് മൊമെന്റോടുകൂടി തന്നെ ഈ ഒരു എപ്പിസോഡ് ഇവിടത്തെയാണ്. അപ്പോൾ ഓക്കെ വേവ് സ്റ്റാർട്ട് ബൈ.